ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരുമാണ് നമുക്ക് കൂടുതൽ പരിചിതം. എന്നാൽ വിപരീതാഭിപ്രായം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. 2 കുട്ടികളെങ്കിലും ഒരു കുടുംബത്തിൽ നിർബന്ധമായും വേണമെന്ന നിലപാടിലാണ് നായിഡു. സംസ്ഥാനത്തെ ജനസംഖ്യ വരും വർഷങ്ങളിൽ കുറയുമെന്ന പഠനങ്ങളാണ് ചന്ദ്രബാബു നായിഡുവിനെ ഇത്തരത്തിൽ പ്രേരിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ജനസംഖ്യ ഉയർത്താനായി കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള ആലോചനയിലാണ് നായിഡു സർക്കാർ. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കാൻ കുടുംബങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം മാനദണ്ഡമാക്കുമെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി പറയുന്നു. മുൻപ് ജനസംഖ്യ ഒരു ഭാരമായിരുന്നുവെങ്കിൽ ഇന്നത് സമ്പത്താണെന്ന് ചന്ദ്രബാബു നായിഡു അഭിപ്രായപ്പെട്ടു. ജനപ്പെരുപ്പം നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നവർ ഇന്ന് ജനന നിരക്ക് ഉയരാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. 2ൽ കൂടുതൽ കുട്ടികളുള്ളവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അയോഗ്യരാക്കുന്ന നിയമമുണ്ടായിരുന്നുവെങ്കിൽ ഇനി 2 കുട്ടികളെങ്കിലും ഉള്ളവർക്കേ മത്സരിക്കാൻ അനുമതി നൽകുമെന്നാണ് ആന്ധ്ര സർക്കാരിന്റെ നിലപാട്. കാലാനുസൃതമായ മാറ്റമെന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ വിശദീകരണം. ആന്ധ്രയിലെ ജനസംഖ്യാ നിരക്ക് കുത്തനെ കുറയുന്നുവെന്നാണ് കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി സ്ഥാപിക്കുന്നത്. 2026 കൂടി ആന്ധ്രയിലെ ജനസംഖ്യ 53.8 ദശലക്ഷമാകും. 2031 54.2 ദശലക്ഷത്തിലേക്കും 2036 54.4 ദശലക്ഷത്തിലേക്കും ജനസംഖ്യ നേരിയ തോതിൽ ഉയരുമെങ്കിലും 2041 54.2 ദശലക്ഷമായി കുറയുമെന്നാണ് പഠനം. 2051 അത് 54.1 ദശലക്ഷമായി വീണ്ടും കുറയും. ദമ്പതികളിലെ പ്രത്യുൽപാദന നിരക്കിലും കുറവ് സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ. 2026 സംസ്ഥാനത്തെ ദമ്പതികളുടെ ഫെർട്ടിലിറ്റി നിരക്ക് 1.51 ആയിരിക്കുമെങ്കിൽ 2051 അത് 1.07 കുറയുമെന്ന് ചന്ദ്രബാബു നായിഡു പറയുന്നു. ജനസംഖ്യയിലെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഫെർട്ടിലിറ്റി നിരക്ക് 2.1 ആക്കണമെന്നും നായിഡു വിശദീകരിക്കുന്നു. സമ്പത്തിന് പിറകെ ഓടുന്ന നമ്മൾ ജനസമ്പത്തിനെ വിസ്മരിക്കരുതെന്നാണ് ആന്ധ്ര മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. വീതിയേറിയ റോഡുകളും ഭീമൻ വിമാനത്താവളങ്ങളും നമുക്കുണ്ടാകും. എന്നാൽ അവ ഉപയോഗിക്കാൻ ജനങ്ങളില്ലെങ്കിലോ എന്ന ചോദ്യമാണ് ചന്ദ്രബാബു നായിഡുവിനുള്ളത്.